of words. Okay, you must study the spelling of each and every word in your textbook. Then is the group syllabus share ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് മാർവാണി? എന്തിനാണ്? Good morning, miss. Good morning. Okay. So for your second periodic examination, you should study. Good morning, miss. Okay, good morning. You should study the capital and small letters. You must study the alphabets, and then we are study some opposite words. Okay, we study some opposite words, and we study how to use this, that, a, and an. These are your exam syllabus. Okay, examinu vendi ningal പഠിക്കേണ്ടത് A to Z capital small എന്തായാലും പഠിക്കണം കേട്ടോ. A to Z capital letters small letters. നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ നിങ്ങളത് എഴുതിയതാണ്. പക്ഷെ എന്നാലും ഇപ്പൊ കുറെ നാളുകളായിട്ട് സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ നമ്മള് എന്ത് ചെയ്യുന്നില്ല, ലെറ്റേഴ്സ് ഒന്നും എഴുതുന്നില്ലല്ലോ. അപ്പൊ നിങ്ങളത് നന്നായിട്ട് പഠിക്കണം. നെക്സ്റ്റ് ഇയറിലേക്ക് പോകുമ്പോഴും ഈ ആൽഫബറ്റ്സിന്റെ ഒന്നും ടച്ച് വിട്ട് പോരുത്. അത് നന്നായിട്ട് എഴുതിയിട്ട് തന്നെ പഠിക്കാം. ആൽഫബറ്റ് ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമോ? ഇപ്പൊ എത്ര പേർക്ക് അറിയാം നന്നായിട്ട് എഴുതാൻ വേണ്ടി? എത്ര പേർക്ക് അറിയാം? ഹർഷാൽ, മാനവ്, ആഫിയ, ജാനകി, മനു, ഫാത്തിമ, സായക്. Okay, Sayak. Then Muhammad Marwan. Study alphabets well. Okay, study the alphabet, capital letter and small letter. Okay. നന്നായിട്ട് capital letters, small letters മുഴുവൻ പഠിക്കണേ. നന്നായിട്ട് എങ്ങനെ എഴുതാം. Rishan, do you know how to write capital and small letters? Rishan? Yes, okay. Then നന്നായിട്ട് പഠിക്കാം. ഹണിയ. Okay, ഹണിയക്ക് അറിയാം. നന്നായിട്ട് അറിയാത്തവരൊക്കെ എന്ത് ചെയ്യാ, എക്സാം ആവുമ്പോഴേക്കും ഇനി ഒരു ദിവസമേ ഉള്ളൂ അല്ലേ? നെക്സ്റ്റ് ഡേ ആണ്, അത് കഴിഞ്ഞിട്ടുള്ള ഡേ ആഫ്റ്റർ ടുമോറോ ആണ് നിങ്ങളുടെ. അറിയാമല്ലേ സയാൻ? ഓക്കെ. ദെൻ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാം ആണുള്ളത്. അപ്പൊ നന്നായിട്ട് അത് പഠിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, എഴുതാൻ വേണ്ടി പറ്റൂ. നന്നായിട്ട് നിങ്ങൾ തന്നെ നല്ല നീറ്റായിട്ട് എഴുതിയിട്ട് സെൻഡ് ചെയ്യാം കേട്ടോ. വാട്സപ്പിൽ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യലായിരിക്കും. എന്നിട്ട് അതിന് ആൻസർ ചെയ്തിട്ട് ആൻസർ ഷീറ്റിൽ ആൻസർ ചെയ്തിട്ട് മിസ്സിന് തിരിച്ച് ഷെയർ ചെയ്യാം. ഓക്കെ. സോ പിന്നെ നമ്മള് പഠിച്ചത് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. We study 4 opposite words in your textbook. Which are the opposite words given in your textbook? Which are the opposite words given in your textbook? Who can read the portion? Dirty. Full and empty. Right. And die. Okay. Okay. Happy, sad, wet and dry, clean and dirty. Then okay, then Afia, please read that opposite words given in our textbook. Plain, dirty, full, empty. Dry, full, empty, happy, sad. Yes, these are the 4 opposite words we study in this portion. They are clean, dirty, wet, dry, happy, sad, full, and empty. These 4 words you must study the opposite words, and we study how to use this or that. This, that. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് this ആഡ് ചെയ്യേണ്ടത്, എവിടെയാണ് that ആഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിച്ചില്ലേ? ദിസും ദാറ്റും പഠിച്ചതല്ലേ? this and that. Okay. So this and that എവിടെയാണ് നമ്മൾ this യൂസ് ചെയ്യുക? How to use this in a sentence? Which type of sentence we use this?
എന്തിനു വേണ്ടിയിട്ടാ ദിസ് യൂസ് ചെയ്യുന്നത്? ഏത് കാര്യത്തിന് പറയാൻ വേണ്ടിയാണ്? ഹണിയ, ഡു യു നോ? അടുത്തുള്ളത് അല്ലേ? നമ്മുടെ അടുത്തുള്ളതാണെങ്കിൽ ഓക്കെ, നമ്മുടെ അടുത്തുള്ളതിന് പറയാൻ വേണ്ടി. ഇപ്പൊ മിസ്സിന്റെ കയ്യിലാണെങ്കിൽ ഒരു ബുക്ക് ഉണ്ട് എന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് പറയും? ദിസ് ഇസ് എ ബുക്ക് എന്ന് പറയും അല്ലെ? നെവർ സേ ദാറ്റ് ഇസ് എ ബുക്ക്. സോ വി യൂസ് ദിസ് ഫോർ ദ നിയർ തിങ്സ്. സോ എ ബുക്ക് ഇസ് ഇൻ മൈ ഹാൻഡ്, ഐ സേ ദിസ് ഇസ് എ ബുക്ക്. ഇതൊരു ബുക്കാണ് എന്ന് പറയുന്നത് അല്ലെ? ഇത് മിസ്സിന്റെ അടുത്തുള്ളത്, നമ്മുടെ അടുത്തുള്ളത് അല്ലെ? ദെൻ ദൂരെ ഉള്ളതാണെങ്കിലോ വി യൂസ് ദാറ്റ് അല്ലെ? അവിടെയാണുള്ളത്, ദൂരെയാണ്, അവിടെ എന്ന് പറയാൻ നമ്മള് അത് അല്ലെ? ഇത് എന്ന് അടുത്തുള്ളതിനെ, അത് എന്ന് കുറച്ച് അകലെയുള്ളതിനെ നമ്മള് പറയാൻ വേണ്ടിയിട്ടാണ് ദിസും ദാറ്റും യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് എ ബുക്ക് ഓർ ദാറ്റ് ഇസ് എ ബാഗ് ഓർ ദാറ്റ് ഇസ് എ പെൻ ആൻഡ് ദാറ്റ് ഇസ് കാർ എന്നൊക്കെ പറയല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ കുറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ദിസും ദാറ്റും അതും പഠിക്കുക. പിക്ചേഴ്സ് തന്നിട്ട് ദിസും ദാറ്റും ആഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചെയ്യണം? ഏതാണ് യൂസ് ചെയ്യേണ്ടത്? പിന്നെ you should study the spelling also in every words. Okay, എല്ലാ വേർഡ്സിന്റെയും സ്പെല്ലിങ്ങും കൂടെ പഠിക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുന്ന സമയത്ത് വേർഡ്സിന്റെ സ്പെല്ലിങ്ങും കൂടെ നിർബന്ധമായിട്ടും പഠിക്കണേ. ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ എഴുതാൻ വേണ്ടി നമ്മൾ റെഡി ആവണം. ഇനിയിപ്പോ നെക്സ്റ്റ് ഇയറിൽ കുറെ നമുക്ക് എഴുതാനൊക്കെ ഉള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണം? നന്നായിട്ട് വേർഡ്സും പഠിക്കുക, അതിന്റെ സ്പെല്ലിങ്ങും പഠിക്കുക കേട്ടോ. Then how to use a and an. A and an. നമ്മൾ ഒരു വേർഡ്സിന്റെ മുമ്പിൽ എയും ആനും യൂസ് ചെയ്യുന്നു അല്ലേ? And how to use this a and an? We use a for which kind of words and we use an for which types of words? ഏത് തരത്തിലുള്ള വേർഡ്സിനാണ് നമ്മൾ a യൂസ് ചെയ്യുക, ഏത് തരത്തിലുള്ള വേർഡ്സിനാണ് an യൂസ് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? So how we use a for a word? How? Sayed, how to use a? For which kinds of words we use a? ഏതാണ്? Vowel? I can't hear you. വവൽസ് അല്ലാത്ത സൗണ്ട് അല്ലേ? മിസ് വവൽ സൗണ്ട് എന്നാ കേൾക്കുന്നത്. സോ വി യൂസ് എ ഫോർ കോൺസണന്റ് സൗണ്ട്സ്. ദാറ്റ് മീൻസ് വവൽസ് അല്ലാത്ത സൗണ്ട്സ് അല്ലേ? ദേ ആർ കോൺസണന്റ് സൗണ്ട്സ് ആൻഡ് വവൽ സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് വി യൂസ് കോൺസണന്റ് സൗണ്ട്സ് ഫോർ. We use a for consonant sounds and we use and for which kinds of words and which kind of sound? I-O-U. What is this A-E-I-O-U? A-E-I-O-U. What is this? Fatima? Vowel. Yes, A-E-I-O-U are the vowel sounds in English and we use and for this, for the word starting with this letters A-E-I-O-U. These 5 letters. We use and Okay. A-E-I-O-U. We use the word starting with this 5 letters that they are A-E-I-O-U. We use and for the letters, for the word starting with these letters. Okay. നമ്മള് ഇംഗ്ലീഷിൽ കോൺസണന്റ് സൗണ്ട്സും വവൽ സൗണ്ട്സും ഉണ്ടെന്ന് പറഞ്ഞു. കോൺസണന്റ് സൗണ്ട്സിന്റെ മുമ്പില് കോൺസണന്റ് സൗണ്ട് ആണ് ലെറ്റർ ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഫ്രണ്ടിൽ ഉള്ളതെങ്കിൽ നമ്മൾ അതിൽ ഏത് യൂസ് ചെയ്യും? എ യൂസ് ചെയ്യും. വവൽ സൗണ്ട് ആണെങ്കിൽ നമ്മൾ ആനും യൂസ് ചെയ്യും അല്ലേ? എ ആൻഡ് ആൻ. സോ ആൻ ആണെങ്കിൽ A-E-I-O-U. They are A for an apple, an umbrella, an orange, and an igloo, okay, an ice cream, okay, an elephant, an ant. So we use and for this words. Okay. ഇത്രയും മിസ് പറഞ്ഞിട്ടുള്ള ഭാഗം എന്ത് ചെയ്യാ? നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് ഇത്രയും മിസ് അതുകൊണ്ടാണ് പെർട്ടിക്കുലർ പോർഷൻ തന്നെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അത്രയും ഭാഗം
നന്നായിട്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ദിസും ദാറ്റും എയും ആനും കേട്ടോ. പിന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സും. ലെറ്റേഴ്സ് പഠിക്കാതെ പോയാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്കൊന്നും അടുത്ത വർഷം ഒന്നും പഠിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ലെറ്റേഴ്സ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. റിഹാൻ, ആർ യു റെഡി ഫോർ യുവർ സെക്കൻഡ് പീരിയോഡിക് എക്സാം? റിഹാൻ റെഡി? ഓക്കെ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ മിസ് പറഞ്ഞിട്ടുള്ള പെർട്ടിക്കുലർ പോർഷൻ നന്നായിട്ട് പഠിക്കാം. എ ആൻഡ് ദിസ് ദാറ്റ് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ. ഓക്കെ, ഇത്രയും ഭാഗം നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യാ, നന്നായിട്ട് എക്സാം സോ എക്സാമിന്റെ ടൈം എന്താണ്? എക്സാമിന്റെ ടൈം ഏതാണ് എന്നുള്ളത് നിങ്ങളെ ഇൻഫോം ചെയ്യും കേട്ടോ. ഏത് ടൈമിലാണ് എക്സാം നടക്കുന്നത്, ക്ലാസ്സിന്റെ അന്ന് നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാത്ത ടൈം അല്ലേ. അപ്പൊ എക്സാം ടൈം മിസ് ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യും കേട്ടോ. നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പിന്നെ പെൻസില്, ഇറേസർ, നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒക്കെ റെഡിയാക്കി വെക്കണം. ആൻസർ ഷീറ്റിലാണ് എഴുതേണ്ടത്, ആൻസർ എഴുതാനുണ്ട്. അപ്പൊ എഴുതി റെഡിയാക്കിയിട്ട് എന്ത് ചെയ്യാം, എല്ലാം റെഡിയാക്കി എക്സാമിന്റെ ടൈം ആകുമ്പോഴേക്ക് നിൽക്കാം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഓക്കെ, അപ്പൊ നന്നായിട്ട് ഇപ്പൊ തന്നെ പഠിക്കാൻ തുടങ്ങാം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് ഇപ്പൊ ഇരുന്ന് നന്നായി പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് വരുമ്പോ, നെക്സ്റ്റ് ക്ലാസ് ഉണ്ടല്ലോ ഇനി നമുക്ക് 12-15 ക്ലാസ്. ആ ക്ലാസ്സിൽ മിസ് മുഴുവൻ പേരെ കൊണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും എഴുതിക്കും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, അതൊന്നുകൂടെ ഇപ്പൊ അവിടെ ഇരുന്ന് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, then let me wind up this class and see you in the next class. Okay, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. നന്നായിട്ട് ക്യാപിറ്റലും സ്മോൾ ലെറ്റേഴ്സും പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വന്ന ഉടനെ മിസ് എഴുതിക്കും. ഓക്കെ, okay, I'm going to wind up and see you in the next class. Bye. 12-15 ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യണം കേട്ടോ. Okay, bye.